ഗുഡ് മോർണിംഗ്. വീറും വാശിയും നിറഞ്ഞ ആവേശപ്പോരിനൊടുവിലുണ്ടായ വിജയത്തിന്റെ അലയൊലികൾ ഇന്നത്തെ ദിനവും നമുക്ക് കാണാൻ കഴിയും. മേയർ ഉൾപ്പെടെയുള്ള പ്രധാന അധികാര സ്ഥാനങ്ങളിലേക്ക് ഇനി ആര് എന്നുള്ള ചർച്ചകളാണ് കോൺഗ്രസും ഒപ്പം തിരുവനന്തപുരത്ത് BJPയും നടത്തുന്നത്. എന്നാൽ കനത്ത തിരിച്ചടിയിൽ നിന്നുള്ള ആഘാതത്തിനൊപ്പം തോൽവി പഠിക്കാൻ ഒരുങ്ങുകയാണ് ഇടതുപക്ഷം. ഇന്നത്തെ പ്രധാന വാർത്തകൾ നോക്കാം. കൊല്ലം, കൊച്ചി, തൃശൂർ, കണ്ണൂർ മേയർ ചർച്ചകളിലേക്ക് കടന്ന UDF. കൊച്ചിയിൽ ദീപ്തി മേരി വർഗീസ്, VK വിനിമോൾ, ഷൈനി മാത്യു എന്നിവർ പരിഗണനയിൽ. തൃശൂരിൽ പദവി വീതം വയ്ക്കും. തിരുവനന്തപുരത്ത് VV രാജേഷും R ശ്രീലേഖയും മേയർ സ്ഥാനത്തേക്ക് പരിഗണനയിൽ. പരാജയ കാരണങ്ങൾ വിലയിരുത്താൻ ഇടതുമുന്നണി. CPM CPI നേതൃയോഗങ്ങൾ നാളെ. ചൊവ്വാഴ്ച LDF നേതൃയോഗം. തിരുത്തൽ നടപടികളിലേക്ക് ഉടൻ കടക്കണമെന്ന ആവശ്യം മുന്നണിയിൽ ഉന്നയിക്കാൻ CPI ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾ. വോട്ടുകൊള്ള ആരോപണത്തിൽ രണ്ടാം ഘട്ട പ്രചാരണത്തിന് തുടക്കം കുറിക്കാൻ കോൺഗ്രസ്. രാംലീല മൈതാനിയിൽ ഉച്ചയ്ക്ക് മഹാറാലി. വോട്ടുകൊള്ളയ്ക്കെതിരെ കോൺഗ്രസ് ശേഖരിച്ച 5 കോടി ഒപ്പുകൾ രാഷ്ട്രപതിക്ക് കൈമാറും. അമേരിക്കയിലെ റോച്ച്ഡേൽ സർവകലാശാലയിൽ വെടിവെപ്പ്. 2 പേർ മരിച്ചു, 8 പേർക്ക് പരിക്ക്. മരണസംഖ്യ ഉയർന്നേക്കും. അക്രമിയെ പിടികൂടാനായില്ല. ഹൈദരാബാദിൽ ആരാധകരെ ആവേശത്തിലാഴ്ത്തി ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സി. ആരാധകർക്ക് മുന്നിൽ പന്ത് തട്ടി. ഗംഭീര സ്വീകരണമൊരുക്കി തെലങ്കാന സർക്കാർ. ഗോട്ട് ടൂർ ഇന്ന് മുംബൈയിൽ. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക 3-ാം T20 ഇന്ന് ധരംശാലയിൽ. പരമ്പരയിൽ ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന ഇരു ടീമുകൾക്കും നിർണായകം. കൊല്ലം, കൊച്ചി, തൃശൂർ, കണ്ണൂർ മേയർ ചർച്ചകളിലേക്ക് കടന്നിരിക്കുകയാണ് UDF. കൊച്ചിയിൽ ദീപ്തി മേരി വർഗീസ്, VK വിനിമോൾ, ഷൈനി മാത്യു എന്നിവരാണ് പരിഗണനയിലുള്ളത്. തൃശൂരിൽ പദവികൾ വീതം വയ്ക്കാനാണ് ധാരണ. തിരുവനന്തപുരത്ത് VV രാജേഷും R ശ്രീലേഖയും BJPയുടെ മേയർ സ്ഥാനത്തേക്ക് പരിഗണനയിലുണ്ട്. രജിത് കുമാറുണ്ട് കൊച്ചിയിൽ തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങളുമായി. രജിത്ത്, ഈ ജയപരാജയങ്ങളൊക്കെ ഇനിയിപ്പോൾ വിലയിരുത്തലുകൾ ആ ഒരു സമയത്തിലേക്കാണ് ഇനി ഇല്ല മണിക്കൂറുകൾ എന്ന് പറയുന്നത്. കോൺഗ്രസിനെയും BJPയെയും സംബന്ധിച്ചിടത്തോളം പ്രധാന അധികാര കേന്ദ്രങ്ങളിൽ ആരിക്കണം എന്നുള്ളതാണ്. ഈ കൊച്ചി, ഒപ്പം കണ്ണൂർ, തൃശ്ശൂർ, ഇതിലേക്കൊക്കെ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏത് രീതിയിലാണ് ഇതൊക്കെ പുരോഗമിക്കുന്നത്? കൃത്യമായി ഇന്നലെ ഫലം പുറത്തു വന്നതോടുകൂടി തന്നെ LDFന് അനുകൂലമായ ഒരു സാഹചര്യം സംസ്ഥാനത്ത് ഇല്ലാതാവുകയും UDF മികച്ച നേട്ടം കൈവരിക്കുകയും ചെയ്ത ഒരു സാഹചര്യത്തിൽ UDF ഇപ്പോൾ ഭരണ ചർച്ചകളിലേക്ക് കടന്നിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും UDF തങ്ങളുടെ മുന്നേറ്റം കൃത്യമായി തന്നെ വിലയിരുത്തി കഴിഞ്ഞു. നമുക്ക് നമ്മുടെ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ 2 ജില്ലകൾ പ്രധാനമായും സാധാരണ രീതിയിൽ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് കൃത്യമായി അതിന്റെ കാര്യങ്ങൾ വ്യക്തമാവുകയും ചെയ്യും. തിരുവനന്തപുരവും കൊല്ലവും, അത് തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ ആര് ജയം നേടുന്നുവോ അവർ സാധാരണ രീതിയിൽ നിയമസഭയിൽ മികച്ച നേട്ടം കൈവരിക്കുമെന്ന ഒരു കാര്യമാണ് സാധാരണ രീതിയിലുള്ളത്. അത് തന്നെ പരിശോധിക്കുകയാണെങ്കിൽ തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ ഏകദേശം 100-ലധികം, തിരുവനന്തപുരത്ത് തന്നെ 100-ലധികം സീറ്റുകൾ, 101 സീറ്റുകളിൽ, കോർപ്പറേഷനിൽ തന്നെ 50-ലധികം സീറ്റുകൾ നേടിക്കൊണ്ട് BJP കൃത്യമായ നേട്ടം കൈവരിച്ചിരിക്കുകയാണ്. ഒപ്പം തന്നെ അതിൽ തന്നെ അവരുടെ സ്ഥലങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം, നേമം തുടങ്ങിയ മേഖലകളിലടക്കം അവർ കൃത്യമായ മേധാവിത്വം സ്ഥാപിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ജില്ലാ പഞ്ചായത്തിലേക്ക് നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് നമ്മൾ ജില്ലാ പഞ്ചായത്ത് നോക്കുകയാണെങ്കിൽ 15 ഇടങ്ങളിൽ ഏകദേശം ജില്ലാ പഞ്ചായത്തിൽ LDF 13, അതുപോലെ തന്നെ UDF 5 സീറ്റിലായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന. UDF മികച്ച നേട്ടം അവർ സ്വന്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ പരിശോധിക്കുമ്പോൾ ജില്ലാ പഞ്ചായത്ത് അങ്ങനെ നിൽക്കുന്നു. ബ്ലോക്ക് പഞ്ചായത്തിൽ 6 എണ്ണം അത് UDF നേടിക്കഴിഞ്ഞിരിക്കും. LDF 5 എണ്ണവും സ്വന്തമാക്കിയിരിക്കും. ഗ്രാമപഞ്ചായത്തിലേക്ക് വരുമ്പോൾ 35 എണ്ണമാണ് LDF സ്വന്തമാക്കിയിരിക്കുന്നത്, 25 എണ്ണം UDF സ്വന്തമാക്കിയിരുന്നു, 6 എണ്ണം BJPയും സ്വന്തമാക്കിയിരിക്കുന്നു. ഇതിൽ LDFന്റെ മേൽക്കോയ്മ കൃത്യമായി തകർന്നു എന്ന് തന്നെ നമുക്ക് വ്യക്തമായി പറയാൻ കഴിയും. 7 ഇടത്താണ് ആർക്കും ഭൂരിപക്ഷം ഇല്ലാത്ത ഒരു സാഹചര്യം തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ഉള്ളത്. കൊല്ലം
കോർപ്പറേഷനിൽ 25 LDFിന്റെ ഭരണം കൃത്യമായി കഴിഞ്ഞ 25 വർഷമായി കൊല്ലം കോർപ്പറേഷനിൽ അല്ലെങ്കിൽ കൊല്ലത്ത് LDF തുടർന്നു വന്ന ഭരണമാണ് ജനങ്ങൾ ഇതോടുകൂടി അവസാനിപ്പിച്ചിരിക്കുന്നത്. നഗരമേഖലകളിൽ നിയമസഭാ മണ്ഡലങ്ങളിലടക്കം UDF കൃത്യമായ മേൽക്കൈ അവിടെ സ്വന്തമാക്കുകയും ചെയ്തു. UDFന് ജില്ലാ പഞ്ചായത്ത് പക്ഷേ LDF നിലനിർത്തിയിട്ടുണ്ട്. അവിടെ കൊല്ലത്ത് LDF നിലനിർത്തുകയും UDF 10 സീറ്റ് നേടുകയും ചെയ്തു. അതും ഒരു വലിയ നേട്ടമായി തന്നെയാണ്, അതൊരു കൃത്യമായ ഒരു മേൽക്കൈ തന്നെയാണ് എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. നഗരസഭകളിലാണെങ്കിൽ LDF 3ഉം UDF 1ഉമാണ് കൊല്ലം ജില്ലയിലുള്ളത്. ഏത് സാഹചര്യത്തിലും LDFിനെ പിന്തുണയ്ക്കുന്ന ഒരു ജില്ല എന്നൊക്കെയാണ് കൊല്ലം ജില്ലയെ പറഞ്ഞിരുന്നതെങ്കിൽ അത് കൃത്യമായി ജനങ്ങൾ ഇല്ലാതാക്കിയിരിക്കുന്നു എന്നത് തന്നെയാണ്. എന്നാൽ പത്തനംതിട്ട ജില്ലയിലേക്ക് വരികയാണെങ്കിൽ വ്യക്തമായ നേരത്തെ പത്തനംതിട്ട ജില്ല UDF ജില്ല എന്ന് തന്നെ കൃത്യമായി പറഞ്ഞിരുന്നുവെങ്കിൽ കഴിഞ്ഞ 2 തിരഞ്ഞെടുപ്പുകളായി അത് LDFിന് പിന്തുണ നൽകുന്ന ഒരു ജില്ലയായി മാറിയിരുന്നു. എന്നാൽ അതിപ്പോൾ തിരികെ വന്നിരിക്കുന്നു എന്നതാണ്. ഭൂരിപക്ഷം ഗ്രാമപഞ്ചായത്തുകളും ജില്ലാ പഞ്ചായത്തുകളും അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും എല്ലാം തന്നെ UDFിലേക്ക് തിരികെ എത്തിയിരിക്കുന്നു. UDF കൃത്യമായ മേൽക്കൈ അവിടെ സ്വന്തമാക്കിയിരിക്കുന്നു എന്നതാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇനി ഏതെങ്കിലും തരത്തിലുള്ളൊരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നാൽ തന്നെ അത് കൃത്യമായി തന്നെ UDFിന് അനുകൂലമായ ഒരു സാഹചര്യത്തിലേക്ക് വരാൻ പോകുന്ന 5 മാസത്തിന് ശേഷം നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് കൃത്യമായി കളം ഒരുങ്ങിയിരിക്കുന്നു എന്നതാണ് നമുക്ക് പറയാൻ കഴിയുക. എന്ത് തന്നെയായാലും തിരുവനന്തപുരം അതുപോലെ തന്നെ കൊല്ലം, പത്തനംതിട്ട തുടങ്ങിയ മേഖലകൾ പരിശോധിക്കുമ്പോൾ അത് കൃത്യമായി UDF അനുകൂലം അല്ലെങ്കിൽ BJPക്ക് ഏകദേശ അനുകൂലമുള്ള ഒരു സാഹചര്യത്തിലേക്ക് വന്നിരിക്കുന്നു. ഏറ്റവും പ്രധാനം ശബരിമല ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെ പ്രതിഫലിച്ചു എന്നത് തന്നെയാണ്. കാരണം ഈ ജില്ലകളിൽ ശബരിമല കേസ് ഉൾപ്പെടെയുള്ളവ, സ്വർണ്ണ തട്ടിക്കൽ ഉൾപ്പെടെയുള്ളവ കൃത്യമായി പ്രതിഫലിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയും. അത് തന്നെയാണ് UDFിനും അതുപോലെ തന്നെ BJPക്കും കൃത്യമായ ഒരു മുന്നേറ്റത്തിന് സാധ്യത വെച്ചു കൊടുത്തത് ഈ ജില്ലകളിൽ. മറ്റ് സ്ഥലങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ ഒക്കെയും തന്നെ നിരവധി ജനക്ഷേമ പ്രവർത്തനങ്ങൾ എന്ന് എടുത്തു പറയത്തക്ക രീതിയിൽ അവസാന സമയത്ത് തിരഞ്ഞെടുപ്പിലേക്ക് എത്തുന്ന സമയത്ത് മാത്രമാണ് സർക്കാർ എത്തിയത്. അത് വേണ്ട രീതിയിൽ പ്രതിഫലിച്ചില്ല. ജനങ്ങൾ അത് കൃത്യമായി വിലയിരുത്തി എന്ന് തന്നെയാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ UDFിന് അനുകൂലമായ ഒരു സാഹചര്യം സംസ്ഥാനത്ത് ഉണ്ടാവുകയും BJPക്ക് കൃത്യമായി മുന്നേറ്റമുണ്ടാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു എന്നതാണ്. അതുതന്നെയാണ് പാർട്ടി കേന്ദ്രങ്ങളിലെ വിലയിരുത്തൽ. ഇനി അതിനനുസരിച്ചുള്ള നീക്കങ്ങളിലേക്കാണ് പോകുന്നത്. ഒപ്പം തന്നെ വിജയം നേടിയിട്ടുള്ള സ്ഥലങ്ങളിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കൊച്ചിയൊക്കെ കഴിഞ്ഞ 2 ടേമുകളായി LDFിന്റെ കൈവശമിരിക്കുന്ന സീറ്റുകളായിരുന്നു. ആ സീറ്റുകളൊക്കെയും കൊച്ചി കോർപ്പറേഷൻ അടക്കം തിരികെ പിടിച്ചിരിക്കുന്നു. UDFിന് അനുകൂലമായ ഒരു സാഹചര്യം ജില്ലയിലും സംസ്ഥാനത്തൊട്ടാകെ വന്നിരിക്കുന്നു എന്നത് തന്നെയാണ്. ഇനി അതനുസരിച്ച് കൊണ്ടുള്ള ഭരണ സംവിധാനത്തിലേക്കാണ് കടക്കുന്നത്. സ്ഥാനാർത്ഥികൾ നമുക്കറിയാം, പ്രമുഖ സ്ഥാനാർത്ഥികളെ ഒക്കെയും മത്സരിപ്പിച്ചുകൊണ്ടാണ് UDF മത്സര രംഗത്ത് കൃത്യമായൊരു തിരിച്ചുവരവ് നടത്തിയിരിക്കുന്നത്. ഇനി ചെയർമാൻ സ്ഥാനങ്ങളിലേക്കും മറ്റ് പ്രസിഡന്റ് സ്ഥാനങ്ങളിലേക്കൊക്കെ ആരെ എന്നത് കൃത്യമായി നിർണ്ണയിക്കേണ്ടതുണ്ട്. കൊച്ചി അടക്കമുള്ള സ്ഥലങ്ങളിൽ വീണ്ടും ഭരണം പിടിച്ചെടുത്ത സാഹചര്യത്തിൽ അത് ആരിലേക്കായിരിക്കും കൃത്യമായി ചെല്ലുക എന്നത് കൃത്യമായി ഇനി അറിയേണ്ടതുണ്ട്. അത് സംബന്ധിച്ചുള്ള ചർച്ചകളൊക്കെയും ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. രജിത്ത്, അതുപോലെ കനത്ത ആഘാതമുണ്ടായിരിക്കുന്നത് ഇടതുപക്ഷത്തിനാണ്. ഈ പരാജയ കാരണം വിലയിരുത്താനുള്ള ഒരു നീക്കത്തിലല്ലേ ഇനിയിപ്പോൾ ഇടതുപക്ഷം? ഈ മുഖ്യമന്ത്രി തന്നെ കഴിഞ്ഞ ദിവസം ഈ റിസൾട്ട് വന്ന ഉടനെ തന്നെ പറഞ്ഞത് ഈ പരാജയം ഇത് ഒട്ടും പ്രതീക്ഷിച്ചതല്ല, തിരുത്തലുകൾ വരുത്തുമെന്നാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെ പറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പം LDFിനെ സംബന്ധിച്ചിടത്തോളം, ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. ഇനി അവരുടെ ഒരു മുന്നോട്ടുള്ളൊരു നീക്കം എങ്ങനെയായിരിക്കും? മായ, കൃത്യമായി 5 മാസത്തിന് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരും. ആ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു സെമി ഫൈനൽ പോലെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും തന്നെ LDF ആയാലും UDF ആയാലും BJP NDA ആയാലും ഈ തെരഞ്ഞെടുപ്പിനെ കണ്ടത്. അത് കൃത്യമായി തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ 3 മുന്നണികളും കൃത്യമായി തന്നെ ഏറെ പണിയെടുക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അതിൽ തന്നെ ഏറെ പ്രതീക്ഷ വെച്ച് പുലർത്തിയിരുന്നത് ഒരു തുടർഭരണം എന്ന നിലയിൽ LDF തന്നെയായിരുന്നു. ഒരു തുടർഭരണം ലഭിക്കും എന്ന രീതിയിലുള്ള പ്രചാരണം കൊണ്ടുവരികയും ഒപ്പം തന്നെ ജനക്ഷേമ പദ്ധതികൾ എന്ന് പറഞ്ഞുകൊണ്ട് കൂടുതൽ പദ്ധതികൾ കൃത്യമായി തെരഞ്ഞെടുപ്പിന് 1 മാസം അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് തങ്ങളുടെ സീറ്റ് ഉറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ മുന്നോട്ട് പോയത്. എന്നാൽ UDF കൃത്യമായി നേരത്തെ തന്നെ ഇന്നലെ തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ വ്യക്തമായി ടീം UDF എന്ന രീതിയിൽ തങ്ങളുടെ പ്രവർത്തനം കൃത്യമായിരുന്നു എന്നാണ്. അതിനിടയിൽ രാഷ്ട്രീയ ആരോപണങ്ങളൊക്കെയും ഒരുപാട് ഉയർത്തിക്കൊണ്ട് വന്നു. BJPയും കൃത്യമായി
അല്ലെങ്കിൽ തിരുവനന്തപുരം അടക്കമുള്ള കോർപ്പറേഷനുകളിൽ കൃത്യമായ പ്രവർത്തനങ്ങൾ BJP കാഴ്ചവെക്കുകയും സംസ്ഥാനത്തുടനീളം സീറ്റുകൾ നേടുക എന്ന കൃത്യമായ പ്രവർത്തന ശൈലിയിലൂടെ മുന്നോട്ട് പോവുകയും ചെയ്തിരുന്നു. നമുക്കറിയാം, കൃത്യമായി നോക്കുകയാണെങ്കിൽ ഒരു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും കണ്ടിട്ടില്ലാത്ത അച്ചടക്കം ഈ 3 മുന്നണികളിലും നമുക്ക് കാണാൻ കഴിഞ്ഞു. എന്നാൽ ചില രാഷ്ട്രീയ ആരോപണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവയൊക്കെയും തന്നെ ഇതിൽ പ്രധാന ചർച്ചാ വിഷയമായി ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് ഉയർന്നു വരികയും ചെയ്തു. അവയൊക്കെ എവിടെ പ്രതിഫലിച്ചു, ജനങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തിയത് എന്ന് കൃത്യമായി തന്നെ അറിയാൻ കഴിഞ്ഞില്ല. തുടർഭരണം LDFന്റെ തുടർഭരണത്തിന് ഏകദേശം ഒരു അവസാനം കുറിച്ചുകൊണ്ട് തന്നെയാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ കൃത്യമായി വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. UDFനും BJPക്കും അനുകൂലമായ ഒരു സാഹചര്യത്തിലേക്ക് വന്നു. കാരണം കഴിഞ്ഞ തവണ തിരുവനന്തപുരം തന്നെ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ തവണ 54 സീറ്റിലേക്ക് വന്ന LDF ആണ് ഇപ്പോൾ 29 സീറ്റിലേക്ക് ഒതുങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നിരിക്കുന്നത്. പകുതിയോളം കുറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇതിന്റെ ഭാഗമായി കൂടെ തന്നെയല്ലേ നാളെ CPI CPM നേതൃയോഗങ്ങളൊക്കെ നാളെ ചേരാനിരിക്കുന്നത്, ഒപ്പം ചൊവ്വാഴ്ച LDFന്റെ നേതൃയോഗമൊക്കെ ചേരാനിരിക്കുന്നത്? അതാണ് തീർച്ചയായും ഈ ഒരു തോൽവി അത് കൃത്യമായി തന്നെ പഠിക്കണമെന്ന പാർട്ടി കേന്ദ്രങ്ങളിൽ തന്നെ തിരിച്ചറിവുകൾ വന്നിട്ടുണ്ട്. അതിന്റെ ഭാഗമായി തന്നെയാണ് വളരെ വേഗത്തിൽ തന്നെ ഇതിനെക്കുറിച്ച് പഠനം നടത്തണമെന്ന് ഇന്നലെ തന്നെ നേതാക്കളൊക്കെയും പ്രതികരിച്ചത് അങ്ങനെയാണ്. MP ഗോവിന്ദൻ അടക്കം കൃത്യമായി പറഞ്ഞു, തങ്ങൾ തോൽവി അത് കൃത്യമായി വിലയിരുത്തുക തന്നെ ചെയ്യും, അത് എന്താണ് സംഭവിച്ചത് എന്ന് കൃത്യമായി വിലയിരുത്തുമെന്നാണ്. നേരത്തെ മായി സൂചിപ്പിച്ചതുപോലെ തന്നെ മുഖ്യമന്ത്രി അടക്കമുള്ള കാര്യങ്ങൾ വലിയൊരു തോൽവി, അത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു തോൽവിയിലേക്ക് കാര്യങ്ങൾ പോയ സാഹചര്യത്തിൽ ഇപ്പോൾ CPMഉം CPIയും കൃത്യമായി തന്നെ നാളെ തങ്ങളുടെ നേതൃയോഗങ്ങൾ ചേർന്നുകൊണ്ട് ഈ തോൽവി വിലയിരുത്തുകയാണ്. കാരണം ഇത് വളരെ വേഗത്തിൽ തന്നെ പഠിച്ച, ഇനി അധിക സമയമില്ല, 5 മാസങ്ങൾ മാത്രമാണ് ഉള്ളത്. അതിനുള്ളിൽ തന്നെ തിരികെ വരാനുള്ള ഒരു ശ്രമം പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതുണ്ട്. അത് കൃത്യമായി നാളെ തന്നെ ഈ നേതൃയോഗങ്ങൾ ചേരും. തുടർന്ന് അടുത്ത ദിവസം തന്നെ സംസ്ഥാന യോഗങ്ങളിലേക്ക് കടന്നുകൊണ്ട് ഇവയുടെ തോൽവിയുടെ കാരണങ്ങൾ പഠിക്കുകയും തോൽവി ഇനി ഏത് രീതിയിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് നീങ്ങണമെന്നത് സംബന്ധിച്ച് കൃത്യമായ നീക്കങ്ങൾ നടത്താനുമാണ് പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, ജനങ്ങൾ ഇവയൊക്കെ കൃത്യമായി വിലയിരുത്തുന്നുണ്ട് എന്ന കാര്യത്തിൽ സംസ്ഥാന സർക്കാരിനും ഒപ്പം തന്നെ മറ്റ് കേന്ദ്രങ്ങൾ അടക്കമുള്ള അല്ലെങ്കിൽ പാർട്ടി കേന്ദ്രങ്ങളിൽ LDFന്റെ ഘടകകക്ഷികളിലടക്കം ഇത് കൃത്യമായി പഠനം നടത്തി തിരികെ വരാനുള്ള ശ്രമം ഉണ്ടാകണമെന്ന ഒരു സന്ദേശം ഇതിനോടകം തന്നെ പോയിട്ടുണ്ട്. അതിന്റെ ഭാഗമായി തന്നെയാണ് തൊട്ടടുത്ത ദിവസം തന്നെ ആ യോഗം ചേർന്നുകൊണ്ട് തിരുത്തലുകൾ വരുത്തുന്നതിനുള്ള ശ്രമത്തിലേക്ക് പാർട്ടി കടക്കുന്നത്. തീർച്ചയായും മുൻപൊരിക്കലും കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ളൊരു തദ്ദേശ തെരഞ്ഞെടുപ്പ് തന്നെയാണ് നമ്മൾ കണ്ടത്. കാലേക്കൂട്ടി മേയർ സ്ഥാനാർത്ഥിയൊന്നും പ്രഖ്യാപിച്ചിട്ടുള്ള പ്രചാരണങ്ങളൊന്നും തന്നെ നമ്മൾ മുൻപുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പിലൊന്നും കണ്ടിട്ടില്ല. അതിൻ്റെ ഫലമായി ഇപ്പോൾ വലിയ രീതിയിലുള്ള അട്ടിമറികളും വിജയങ്ങളും ഒക്കെ വന്നിരിക്കുന്നു. കൊല്ലം, കൊച്ചി, തൃശ്ശൂർ, കണ്ണൂർ മേയർ ചർച്ചകളിലേക്കൊക്കെ UDF കടന്നിരിക്കുകയാണ്. ഒപ്പം ഈ തോൽവി വിലയിരുത്താനുള്ളതാണ് ഇനിയിപ്പോൾ LDFനെ സംബന്ധിച്ചിടത്തോളം നിർണായകം. കാരണം ഇനി വരാനിരിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. അതിൽ നില മെച്ചപ്പെടുത്തേണ്ടതുണ്ട്, അധികാരം തിരിച്ചുപിടിക്കേണ്ടതുണ്ട്. അത് സംബന്ധിച്ചുള്ള നീക്കങ്ങൾ തന്നെയാണ് ഇനി വരും ദിവസങ്ങളിൽ LDFും നടത്തുക. രജിത്താണ് വിവരങ്ങൾ നൽകിയത്. CP മുസാഫിർ പരാജയപ്പെട്ടതോടെ കോഴിക്കോട് മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നവരുടെ പട്ടികയിൽ സ്ത്രീകളും ഉണ്ട് എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ. കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും പട്ടികയിലുണ്ട്. വിനേഷ് കുമാറുണ്ട് വിവരങ്ങളുമായി. വിനേഷ്, ഈ മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നവർ വലിയൊരു തോൽവിയാണ് ഏറ്റുവാങ്ങിയിരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നേരത്തെ ഈ മേയർ സ്ഥാനത്തേക്കുള്ള ആളുകളെയൊന്നും പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു പ്രചരണമൊന്നും നമ്മൾ ഇതിനു മുമ്പൊന്നും കണ്ടിട്ടില്ല. പക്ഷേ കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു പോരാട്ടം ഏറെ നാളുകൾക്ക് ശേഷം UDF ഉൾപ്പെടെ കാഴ്ചവെക്കുന്ന ഒരു സ്ഥിതിവിശേഷം തന്നെയുണ്ട്. ഒപ്പം CP മുസാഫിർ പരാജയപ്പെടുകയും ചെയ്തിരിക്കുന്നു. ഇനി എന്താണ് അങ്ങോട്ടുള്ളൊരു നീക്കം? മായ, അപ്രതീക്ഷിതമായാണ് CP മുസാഫിർ അഹമ്മദ് വീണത്. കാരണം അദ്ദേഹമായിരുന്നു മേയർ ആവേണ്ടിയിരുന്നത്. നമുക്കറിയാം, കോഴിക്കോടിന്റെ ഒരു പാരമ്പര്യം അനുസരിച്ച് കോഴിക്കോട് കോർപ്പറേഷൻ എല്ലാ കാലത്തും ഇടതുപക്ഷത്തിനൊപ്പം നിന്നതാണ്. കഴിഞ്ഞ 5 പതിറ്റാണ്ട് കാലമായി ഇടതുപക്ഷത്തിനൊപ്പം തന്നെയാണ് നിൽക്കുന്നതും. ഈ ഒരു സാഹചര്യത്തിലാണ് മുസാഫിറിന്റെ പേര് തന്നെയായിരുന്നു മേയർ സ്ഥാനത്തേക്ക് പറഞ്ഞു കേട്ടതല്ല, ഏറെക്കുറെ ഉറപ്പിച്ചതായിരുന്നു. കാരണം അതുകൊണ്ട് തന്നെ വളരെ സേഫായ ഒരു ഡിവിഷനിൽ തന്നെ അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കുകയും ചെയ്തിരുന്നു. അത് മീഞ്ചന്തയാണ്.
മീഞ്ചന്തയിൽ എങ്ങനെ പോയാലും LDF ജയിക്കേണ്ടതായിരുന്നു. പക്ഷേ വലിയ തോതിലുള്ള അടിയൊഴുക്കും ഉണ്ടാവുകയും UDF തരംഗത്തിൽ ഇടതു കോട്ടകൾ പലതും തകർന്നു വീഴുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. അതുതന്നെയാണ് യഥാർത്ഥത്തിൽ മീഞ്ചന്തയിലും സംഭവിച്ചത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇനി പുതിയ മേയറെ കണ്ടെത്തുക എന്നുള്ള ഒരു ഉത്തരവാദിത്തത്തിലേക്ക് CPM കടന്നിട്ടുള്ളത്. അതിൽ പ്രധാനമായും പ്രഥമ പരിഗണനയിലുള്ളത് നിലവിലെ കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായ ഡോക്ടർ ജയശ്രീയാണ്. ജയശ്രീയുടെ പേരാണ് ഇപ്പോൾ സജീവ പരിഗണനയിൽ എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം. കോട്ടൂളി ഡിവിഷനിൽ നിന്നാണ് ഇവർ ജയിച്ചത്. കഴിഞ്ഞ തവണ മേയർ ആവേണ്ടതായിരുന്നു ഇവർ. പിന്നീട് ചില കാരണങ്ങൾ കൊണ്ട് പിന്നീടാണ് ബീന ഫിലിപ്പിലേക്ക് എത്തിയതാണ്. അതുകൊണ്ട് തന്നെ അവർക്കൊരു അവസരം നൽകേണ്ടതുണ്ട് എന്നുള്ളതിലേക്ക് പാർട്ടി എത്താനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷേ മറ്റൊരു കാര്യം കൂടിയുണ്ട്. കാരണം രണ്ടാമത്തെ പേരായിട്ട് നമ്മൾ പറഞ്ഞു കേൾക്കുന്നത് സദാശിവനാണ്. സദാശിവൻ തടമ്പാട്ടുതാഴം ഡിവിഷനിൽ നിന്നാണ് മത്സരിച്ച് ജയിച്ചത്. സദാശിവൻ നിലവിലെ സാഹചര്യത്തിൽ CPMന്റെ മുതിർന്ന CPM നേതാവാണ്. അദ്ദേഹത്തിന് പരിചയസമ്പന്നനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു അവസരം നൽകണം. കാരണം കഴിഞ്ഞ തവണ വനിതയായതുകൊണ്ട് തന്നെ ഇത്തവണ ജനറൽ ഒരു പുരുഷൻ മേയർ ആവണം. ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് ജയശ്രീ പരിഗണിച്ചാൽ മതി എന്ന് വാദിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ ആവശ്യപ്പെടുന്ന ഒരു വിഭാഗം കൂടിയുണ്ട്. എന്തായാലും മൂന്നാമത്തെ പേര് ഡെപ്യൂട്ടി കളക്ടറായി റിട്ടയർ ചെയ്ത ഈ അനിതകുമാരിയുടേതാണ്. അനിതകുമാരി മാന്തോട്ടം ഡിവിഷനിൽ നിന്നാണ് ജനവിധി തേടിയത്. അവരുടെ പേരും പരിഗണനയിലുണ്ട്. എന്നാൽ ജയശ്രീയോ സദാശിവനോ എന്നുള്ള കാര്യത്തിലാണ് ഇപ്പോൾ ഏകദേശം ഒരു തീരുമാനത്തിലെത്തേണ്ടത്. അടുത്ത ദിവസം ഒരുപക്ഷെ മണിക്കൂറുകൾക്കകം തന്നെ അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോകും എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. മായ, തീർച്ചയായും കോട്ടൂളി വാർഡിൽ LDF ഡെപ്യൂട്ടി മേയറായി ആദ്യം അവതരിപ്പിച്ച ഡോക്ടർ S ജയശ്രീ, ഒപ്പം CPMന്റെ നേതാവ് ഉദയത്ത് സദാശിവൻ, ഇവരുടെ പേരാണിപ്പോൾ കോഴിക്കോട് മേയർ സ്ഥാനത്തേക്ക് ഉള്ള പരിഗണനയിലുള്ളത്. വിനേഷാണ് വിവരങ്ങൾ നൽകിയത്. വിജ്ഞാപനത്തിന് തൊട്ടു മുൻപ് ക്ഷേമ പദ്ധതികൾ വാരിക്കോരി പ്രഖ്യാപിച്ചിട്ട് പോലും ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിച്ചതിന്റെ ഞെട്ടലിലാണ് ഇടതുമുന്നണി. പ്രതീക്ഷയ്ക്കപ്പുറത്തേക്ക് കുതിച്ചുയർന്ന തരംഗം നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ UDFനുള്ള ഊർജ്ജവും കരുത്തുമായി മാറി. തലസ്ഥാന കോർപ്പറേഷനിലെ ആധിപത്യം ഉൾപ്പെടെ വിവിധയിടങ്ങളിലെ മുന്നേറ്റം 2026 നിർണായക ശക്തിയാകുമെന്ന സൂചന നൽകാൻ NDAയ്ക്കും കഴിഞ്ഞു. ശബരിമല എന്ന വൈകാരിക വിഷയം മറ്റൊരു തെരഞ്ഞെടുപ്പിനെ കൂടി സ്വാധീനിച്ചു എന്നതിന്റെ പാഠമായി 2025 മാറുകയാണ്. 2026 കച്ചമുറുക്കിയിറങ്ങിയ 3 മുന്നണികൾക്കും പഠിക്കാൻ ഏറെയുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം, വികസന കുതിപ്പ്, അവസാന ലാപ്പിൽ പെൻഷൻ ഉൾപ്പെടെ വാരിക്കോരി ക്ഷേമ പദ്ധതികൾ, അമ്പെ പരാജയപ്പെട്ടുപോയ തെരഞ്ഞെടുപ്പ് തന്ത്രം, ആഭ്യന്തര വകുപ്പിലും ആരോഗ്യ വകുപ്പിലും ഉൾപ്പെടെയുണ്ടായ വീഴ്ചകളും, അഴിമതി ആരോപണങ്ങളും, ED അന്വേഷണവും, PM ശ്രീയിലെ നിലപാടു മാറ്റവും, ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ അങ്ങനെയൊന്നും ബാധിക്കില്ല എന്ന കണക്കുകൂട്ടലുകളും പിഴച്ചു. അയ്യപ്പ സംഗമം നടത്തി ശബരിമല എന്ന വികാരം വോട്ടാക്കി മാറ്റാൻ നടത്തിയ ശ്രമങ്ങൾ ഒടുവിൽ സ്വർണ്ണക്കൊള്ളയിൽ എത്തിച്ചേർന്നപ്പോൾ നിലയില്ലാ കയത്തിൽ അകപ്പെട്ടു ഭരണമുന്നണി. ദേവസ്വം പ്രസിഡന്റുമാർ ഓരോരുത്തരായി ജയിലിലായത് ഒരു വിശ്വാസ സമൂഹത്തെ മാത്രമല്ല ബാധിച്ചത്. അധികാരികളുടെ വീഴ്ചകൾ എത്രത്തോളം ഗുരുതരമാണ് എന്ന് ഞെട്ടലോടെയാണ് കേരളം കണ്ടത്. കൃത്യമായി ആയുധമാക്കാൻ UDFനും BJPക്കും കഴിഞ്ഞിടത്ത ഭരണമുന്നണി വേരോടെ വീണു. ഈ തെരഞ്ഞെടുപ്പിൽ LDFനേറ്റ പ്രഹരം എത്രത്തോളം ശക്തിയുള്ളതാണെന്ന് തെളിയിക്കുന്നതാണ് ചെങ്കോട്ടയായ കൊല്ലം കോർപ്പറേഷനിൽ ഒരു വേളയിൽ 3ാം സ്ഥാനത്ത് വരെ പോകേണ്ടി വന്ന സാഹചര്യം. അപ്പോഴും ഭരണവിരുദ്ധ വികാരം തങ്ങൾക്കനുകൂലമായി ഒരു തരംഗമായി മാറുമെന്ന് UDF പോലും കരുതിയിരുന്നില്ല. ഒറ്റക്കെട്ടായി നിന്ന ഒരു ടീം വർക്കിന്റെ വിജയമെന്ന് ആവർത്തിക്കാൻ UDFനായി. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയമൊന്നും വോട്ടെടുപ്പിനെ ബാധിച്ചതുമില്ല. പരുങ്ങലിലായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് ഫലമെങ്കിൽ 2026 കടപുഴകി വീഴുമായിരുന്ന UDFന് ഇപ്പോഴുണ്ടായ തരംഗം തലവര തന്നെ മാറ്റുകയാണ്. അതിനപ്പുറത്തേക്ക് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ നിർണായക വിഷയങ്ങളിൽ എടുത്ത നിലപാടുകൾ രാഷ്ട്രീയമായി ശരിയെന്ന് തെളിയിക്കാൻ VD സതീശൻ എന്ന നേതാവിന് കഴിയുകയും ചെയ്തു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മിന്നുന്ന വിജയം നേടിയില്ലെങ്കിൽ രാഷ്ട്രീയ വനവാസമെന്ന് ആവർത്തിക്കുന്ന പ്രതിപക്ഷ നേതാവ് വീണ്ടും മുന്നണിക്കുള്ളിൽ തന്റെ ആർജവം തെളിയിക്കുന്നു. അതേസമയം ഇവിടെയൊരു BJP ഉണ്ട് എന്ന ഇടതു വലതു മുന്നണികളുടെ നെഞ്ചെടുപ്പ് കൂട്ടാനും പലയിടത്തും നിർണായകമാകാനും തങ്ങൾക്ക് കഴിയുമെന്ന ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിലൂടെ NDAയും തെളിയിച്ചു. തലസ്ഥാന കോർപ്പറേഷനിലെ തേരോട്ടം ജില്ലയിലെ പല നിയമസഭാ മണ്ഡലങ്ങളിലും BJPയുടെ ആത്മവിശ്വാസവും പ്രതീക്ഷയും ശക്തിപ്പെടുത്തുന്നു. വീഴ്ചകളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുമെന്ന് പറയുന്ന LDFനും മഹായുദ്ധത്തിനായി തയ്യാറെടുക്കുന്ന UDFനും തലസ്ഥാനത്ത് പ്രധാനമന്ത്രിയുടെ വരവിനായി കാത്തിരിക്കുന്ന NDAയ്ക്കും ഇനിയുള്ള 3 മാസക്കാലം ഏറെ നിർണായകം. അൻഫിലി ഡിസൂസ, അമൃത ന്യൂസ്, തിരുവനന്തപുരം.
തെരഞ്ഞെടുപ്പിൽ വടകരയും കടന്ന് RMPയുടെ വിജയഗാഥ. കുന്നംകുളത്തും തൃശൂരും ജയിച്ചു. വടകര മേഖലയിലും RMP വലിയ മുന്നേറ്റമാണ് ഉണ്ടാക്കിയത്. ഒഞ്ചിയം പഞ്ചായത്ത് ഇത്തവണയും RMP തന്നെ ഭരിക്കും. ചരിത്രത്തിലാദ്യമായി വടകര നഗരസഭയിൽ RMP പ്രതിനിധി ശരണ്യ വിജയക്കൊടി നാട്ടി. കുറ്റ്യാടി മണ്ഡലത്തിലെ മണിയൂർ പഞ്ചായത്തിൽ ഇത്തവണ RMPക്ക് പ്രതിനിധിയുമുണ്ടായി. വിജിത് ലാലാണ് ജയിച്ചത്. അങ്ങനെ മണിയൂർ പഞ്ചായത്ത് UDF പിടിച്ചു. തൃശൂർ ജില്ലയിലെ കുന്നംകുളം നഗരസഭയിൽ 6 ഒറ്റയ്ക്ക് മത്സരിച്ച RMPയുടെ 4 സ്ഥാനാർത്ഥികൾ ജയിച്ചത് CPMനെ ഞെട്ടിച്ചിരിക്കുകയാണ്. തൃശൂർ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിച്ച RMP സ്ഥാനാർത്ഥിയും വിജയം തൊട്ടു. ഒഞ്ചിയം പഞ്ചായത്ത് ഇത്തവണയും RMP ഭരിക്കും. RMP കഴിഞ്ഞ തവണ ഒഞ്ചിയത്ത് 4 ഇത്തവണ 6 ജയിച്ചു. ഏറാമല പഞ്ചായത്തിൽ കഴിഞ്ഞ തവണ 5 പേർ ജയിച്ചിരുന്നത് ഇത്തവണ RMP പ്രതിനിധികൾ 6 ഉയർന്നു. ചോറോട് പഞ്ചായത്തിൽ 1 പ്രതിനിധിയായിരുന്നു RMPക്ക് ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ 3 ഉയർന്നു. മാവൂർ പഞ്ചായത്തിൽ ഇത്തവണയും RMPക്ക് പ്രതിനിധിയുണ്ട്. അതേസമയം അഴിയൂർ പഞ്ചായത്തിലുണ്ടായിരുന്ന അക്കൗണ്ട് പൂട്ടി. SDP-യുടെ സഹായത്തോടെ CPM ആണ് അക്കൗണ്ട് പൂട്ടിച്ചതെന്നാണ് RMPയുടെ ആരോപണം. RMP ശിഥിലമായിക്കൊണ്ടിരിക്കുകയാണെന്ന CPM വാദങ്ങൾക്കേറ്റ തിരിച്ചടി കൂടിയാണ് ഈ തിരഞ്ഞെടുപ്പ്. S. വിനേഷ് കുമാർ, അമൃത ന്യൂസ്, കോഴിക്കോട്. അതേസമയം ഈ തെരഞ്ഞെടുപ്പിൽ 2 ഇല വാടിയിരിക്കുകയാണ്. ശക്തികേന്ദ്രമായ കോട്ടയം ജില്ലയിൽ കേരള കോൺഗ്രസ് എമ്മിന് കനത്ത തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. ഉരുക്കുകോട്ടയെന്ന് പറഞ്ഞ പാലാ നഗരസഭയിലും കേരള കോൺഗ്രസ് എമ്മിന് ഭരണം നഷ്ടമായി. പരാജയ കാരണം വിശദമായി പരിശോധിക്കുമെന്ന് ചെയർമാൻ ജോസ് കെ മാണി കഴിഞ്ഞ ദിവസം തന്നെ പ്രതികരിച്ചു. അതേസമയം കേരള കോൺഗ്രസിനെ മുന്നണിയിലെടുക്കുന്ന കാര്യം UDF ആലോചിക്കുമെന്ന് അടൂർ പ്രകാശ് പറഞ്ഞു. 2020 തെരഞ്ഞെടുപ്പിൽ കോട്ടയം ജില്ലയിൽ UDFന്റെ പല കോട്ടകളും LDFന് പിടിച്ചടക്കാൻ കഴിഞ്ഞത് കേരള കോൺഗ്രസ് എമ്മിനെ ഒപ്പം ചേർത്തതിലൂടെയാണ്. ഇതുകൊണ്ട് തന്നെ ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ കേരള കോൺഗ്രസ് ആവശ്യപ്പെട്ടപ്പോൾ CPM വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി. കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ CPM 9 സീറ്റിൽ മത്സരിച്ചപ്പോൾ കേരള കോൺഗ്രസ് എമ്മിന് 10 സീറ്റുകൾ നൽകി. മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളിലും സമാന രീതിയിൽ കേരള കോൺഗ്രസ് എമ്മിന് കാര്യമായ പരിഗണന ഇടതുമുന്നണിയിൽ ലഭിച്ചെങ്കിലും UDF തരംഗം ആഞ്ഞുവീശിയപ്പോൾ കോട്ടയം ജില്ലാ പഞ്ചായത്ത് അടക്കം കേരള കോൺഗ്രസ് എമ്മിനൊപ്പം ഇടതുമുന്നണി നേടിയതും അതിനപ്പുറവും ഇത്തവണ UDF കൈപ്പിടിയിൽ ഒതുക്കി. മധ്യ കേരളത്തിൽ കേരള കോൺഗ്രസ് എം വിജയം നിശ്ചയിക്കുന്ന ഘടകമാണെന്ന അവകാശവാദങ്ങൾ ഇതോടെ തകർന്നു വീണു. ജനവിധി മാനിക്കുന്നുവെന്നും പരാജയകാരണം പരിശോധിക്കുമെന്നുമായിരുന്നു പാലാ നഗരസഭയിലെ സമ്പൂർണ്ണ ഫലം പുറത്തു വന്ന ശേഷം കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണിയുടെ പ്രതികരണം. ആദ്യമായിട്ട് ജനവിധി മാനിക്കുന്നു. തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട് വളരെ വിശദമായി വളരെ ഡീറ്റെയിലായിട്ട് എന്താണ് പരിശോധിച്ച് അവിടെ ഏതെങ്കിലും തിരുത്തേണ്ട ഭാഗങ്ങളുണ്ടെങ്കിൽ തിരുത്തി അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ കോട്ടയം ജില്ലയിൽ പല മേഖലകളിലും അവിശുദ്ധ കൂട്ടുകെട്ടുകൾ ഉണ്ടായെന്നും ജോസ് കെ മാണി ആരോപിച്ചു. അതേസമയം കേരള കോൺഗ്രസ് എമ്മിനെ മുന്നണിയിലേക്ക് കൊണ്ടുവരുന്ന കാര്യം UDF ആലോചിക്കുമെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ് പറഞ്ഞു. ആരോടും വരണ്ട എന്ന് പറഞ്ഞിട്ടില്ല എന്നും മുന്നണിയിൽ ആലോചിച്ച് തീരുമാനമെടുക്കുമെന്നും അടൂർ പ്രകാശ് കൂട്ടിച്ചേർത്തു. അത് UDFൽ ഞങ്ങൾ എല്ലാവരും കൂടി കൂട്ടായി ആലോചിച്ചതിന് ശേഷം അതിന് വേണ്ടുന്ന നടപടികളുമായി ഞങ്ങൾ മുമ്പോട്ട് പോകും. ഞങ്ങൾ ആരും തന്നെ ഇപ്പുറത്തേക്ക് വരരുത് എന്ന് പറഞ്ഞിട്ടില്ല. കേരള കോൺഗ്രസിൻ്റെയും സഹായങ്ങൾ ലഭ്യമാകും എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. പരാജയമുണ്ടാകുമ്പോൾ മുന്നണിയെ തള്ളിപ്പറയാനില്ല എന്ന് പറഞ്ഞ ജോസ് കെ മാണി തനിക്കും പാർട്ടിക്കും രാഷ്ട്രീയ അഭയം നൽകിയ ഇടതുമുന്നണിയിൽ തന്നെ തുടരുമെന്നാണ് ഇന്നും വ്യക്തമാക്കിയത്. അമൃത ന്യൂസ്, കോട്ടയം. വോട്ടുകൊള്ള ആരോപണത്തിൽ 2ാം ഘട്ട പ്രചാരണത്തിന് തുടക്കം കുറിക്കാൻ കോൺഗ്രസ് രാംലീല മൈതാനിയിൽ ഉച്ചയ്ക്ക് മഹാറാലി നടക്കും. രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ റാലിയിൽ സംസാരിക്കും. വോട്ടുകൊള്ളയ്ക്കെതിരെ കോൺഗ്രസ് ശേഖരിച്ച 5 കോടി ഒപ്പുകൾ രാഷ്ട്രപതിക്ക് കൈമാറുകയും ചെയ്യും. KK പ്രശാന്ത് ഉണ്ട് ഡൽഹിയിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി. പ്രശാന്ത്, ഈ വോട്ട് ചോരി ആരോപണം വളരെ ശക്തമായ രീതിയിലൊക്കെ ഉന്നയിച്ച് മുന്നോട്ട് പോയത് നമ്മൾ ബീഹാർ ഇലക്ഷന്റെ സമയത്തൊക്കെ കണ്ടതാണ്. പക്ഷേ ആ സമയത്തൊന്നും വലിയ രീതിയിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ അതിന് സാധിച്ചിട്ടില്ല. ഈ 2ാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ കോൺഗ്രസ് പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത് എന്താണ്? മായ, ഗുഡ് മോർണിംഗ്. ഏതായാലും ഈ SIR-മായി ബന്ധപ്പെട്ട നടപടികൾ മുന്നോട്ട് പോകുന്ന സമയത്താണ് വോട്ട് മോഷണവും അതോടൊപ്പം തന്നെ വോട്ടർ പട്ടിക ക്രമക്കേടുമായി കോൺഗ്രസ് രംഗത്ത് വരുന്നത്. അതിനുശേഷം കർണാടകയിലും മഹാരാഷ്ട്രയിലും ഹരിയാനയിലൊക്കെ തന്നെ വലിയ തരത്തിൽ വോട്ട് കൊള്ള നടന്നുവെന്ന് രാഹുൽ ഗാന്ധി ആരോപിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ചില രേഖകൾ അദ്ദേഹം പുറത്തുവിടുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്യമായി അതിനൊന്നും തന്നെ മറുപടി പറഞ്ഞില്ല. ഈ സമയത്ത് ബീഹാർ ഇലക്ഷൻ വരുന്നു. ബീഹാർ ഇലക്ഷൻ ഇതേ സംവിധാനവുമായി ബന്ധപ്പെട്ട് ബീഹാറിലേക്ക് സജീവമായി രാഹുൽ ഗാന്ധി ഇറങ്ങുന്നു. പക്ഷേ അവിടെ വലിയ തിരിച്ചടിയാണ് ഉണ്ടായത് എന്നുള്ളത് നമ്മൾ കണ്ടതാണ്.
വിടേണ്ടതാണ് സ്വാഭാവികമായി. പക്ഷേ ആ വിഷയം വിടാൻ ഇപ്പോഴും കോൺഗ്രസ് തയ്യാറാകുന്നില്ല. രാഹുൽ ഗാന്ധി വിടാൻ തയ്യാറാകില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് ഇപ്പോഴും ഈ വിഷയം ഉയർത്തി തന്നെ മുന്നോട്ട് പോകുന്നു. കാരണം താൻ കൃത്യമായി തന്നെ പറയുന്നു എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. വോട്ട് മോഷണം നടക്കുന്നുണ്ട് ഈ SIR അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളൊക്കെ തന്നെ ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെ കൃത്യമായി അതിനുള്ള നീക്കങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ അതിന്റെ തെളിവുകൾ തന്റെ കൈവശമുണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് രാജ്യത്താകമാനം നിന്ന് 5 കോടി വോട്ടുകൾ ഇപ്പോൾ ശേഖരിച്ചിട്ടുണ്ട്. ആ വോട്ടുകൾ ഒപ്പുകൾ ശേഖരിച്ചിട്ടുണ്ട്. ആ ഒപ്പുകൾ പ്രധാനമായും രാഷ്ട്രപതിക്ക് നൽകാനാണ് ഇപ്പോൾ കോൺഗ്രസ് തീരുമാനിച്ചിട്ടുള്ളത്. തുടർ നടപടികൾ ഉണ്ടാകും എന്ന് തന്നെയാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട കാര്യം ഇതേ വിഷയത്തിൽ, അതായത് SIRമായി ബന്ധപ്പെട്ട നിലവിൽ പാർലമെന്റിൽ നടന്ന ചർച്ചയിലൊക്കെ തന്നെ രാഹുൽ ഗാന്ധി ഇത് ഉന്നയിച്ചിരുന്നു. ആ സമയത്തൊക്കെ തന്നെ അമിത്ഷായൊക്കെ മറുപടി പറഞ്ഞത് നമ്മൾ കണ്ടതാണ്. അതായത് രാഷ്ട്രീയമായ വിഷയമായി ഇതിനെ കാണുന്നു എന്നുള്ളതാണ് BJPയുടെ ആരോപണം. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ വിഷയം നിരന്തരമായി ഉയർത്തിക്കുന്നത്. പക്ഷേ അതുകൊണ്ട് കാര്യമായ പ്രയോജനമില്ല എന്ന് കോൺഗ്രസ് തിരിച്ചറിയുന്നില്ല. ജനങ്ങൾക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അവർ വ്യക്തമാക്കുന്നത്. ഏതായാലും വൈകിട്ടോടുകൂടി തന്നെ ഈ റാലി ആരംഭിക്കും. രാംലീല മൈതാനിലാണ് പൊതുസമ്മേളനം ക്രമീകരിച്ചിട്ടുള്ളത്. ഇതിലേക്ക് രാഹുൽ ഗാന്ധി, മല്ലികാർജ്ജുൻ ഖാർഗെ ഉൾപ്പെടെയുള്ള പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാം എത്തും. രാഹുൽ ഗാന്ധി ഇന്ന് ഈ പൊതുസമ്മേളനത്തിൽ സംസാരിക്കുമെന്നുള്ളതാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും ഇതൊരു തുടർ സമര പരിപാടിയാണെന്ന് നേരത്തെ കോൺഗ്രസും രാഹുൽ ഗാന്ധി തീരുമാനിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ തുടർച്ചയുണ്ടാകും. രാജ്യത്താകമാനം തന്നെ ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവന്ന് തന്നെ ശക്തമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. മാത്രമല്ല വിവിധ സംസ്ഥാനങ്ങളിൽ BJP അധികാരത്തിലെത്തിയ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ രേഖകൾ, തെളിവുകൾ ശേഖരിക്കാനുള്ള നടപടികൾ കോൺഗ്രസ് ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. മായ, പ്രശാന്ത്, മറ്റൊരു കാര്യം ഡൽഹിയിലെ വായുമലിനീകരണവുമായി ബന്ധപ്പെട്ടാണ്. ഈ പലയിടത്തും 400 മുകളിലൊക്കെ ഈ വായുമലിനീകരണ തോത് എത്തുക എന്നൊക്കെ പറയുമ്പോൾ ഗുരുതരമായൊരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. ഡൽഹിയെ ശ്വാസം മുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിലുള്ള ഈ മലിനീകരണ തോത് ഉയർന്നത്. എന്താണ് ഈ സർക്കാർ ഇനി അടുത്ത നടപടിയായി സ്വീകരിച്ചിരിക്കുന്നത്? രാജ്യതലസ്ഥാനം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അതിശൈത്യത്തിലേക്ക് മാറിയിരിക്കുന്ന ഒരു സമയമാണ്. ഈ സമയത്ത് പോലും 10 ഡൽഹിയിലെ തണുപ്പ്. സ്വാഭാവികമായും മറ്റ് സംസ്ഥാനങ്ങളിലും സമാനമായ സാഹചര്യം, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അതേ സാഹചര്യം തന്നെയാണ്. ഇനിയിപ്പോൾ കാഴ്ച പരിമിതിയൊക്കെ തന്നെ പ്രശ്നമായി വരും. സ്വാഭാവികമായും അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുന്നു. ആ സമയത്താണ് ഇത്രയധികം മലിനീകരണം കൂടി ഉയർന്നു വരുന്നത്. സ്വാഭാവികമായും അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. 480 മുകളിലാണ് പ്രധാനപ്പെട്ട ITO അടക്കമുള്ള സ്ഥലങ്ങളിലെ ഒരു വായു മലിനീകരണ തോത് എന്ന് പറയുന്നത്. സുപ്രീം കോടതിയൊക്കെ നിൽക്കുന്ന ഒരു സ്ഥലമാണ്. ആ സ്ഥലങ്ങളിലൊക്കെ തന്നെ ഇത്തരം ഒരു സാഹചര്യമുണ്ട്. പല സ്ഥലത്തും 500-ലേക്കൊക്കെ തന്നെ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ തന്നെ എത്തി എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് സർക്കാരിന്റെ ഭാഗത്ത് ചില നിയന്ത്രണങ്ങൾ ഇപ്പോൾ വരുത്തിയിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. അതായത് ചില ക്രമീകരണങ്ങൾ വരുന്നത് ഓരോ ഘട്ടമായാണ്. ഇത് 4ാമത്തെ ക്രമീകരണത്തിലേക്ക് ഇപ്പോൾ ഡൽഹി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് 50% ജീവനക്കാർ വീട്ടിലിരുന്ന് ജോലി ചെയ്യണം എന്നുള്ളതാണ്. അത് കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലെ ഉണ്ടാകും. അതോടൊപ്പം തന്നെ സർക്കാർ മറ്റ് പ്രൈവറ്റ് സ്ഥാപനങ്ങളിലൊക്കെ തന്നെ ഇതേ നടപടികളുണ്ടാകണം. ഓഫീസിലേക്ക് വരുന്നവർക്ക് ഈ സാഹചര്യങ്ങൾക്കനുസരിച്ച് സമയം നിശ്ചയിക്കണമെന്നുള്ളത്. അതായത് നിലവിലുള്ള സമയം 9:30 മുതൽ 6 മണി വരെയാണ്. എങ്കിൽ പോലും അങ്ങനെ ഒരു സമയമല്ല. ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് ഒരു സമയക്രമീകരണം വരുത്തണമെന്ന് കൂടിയാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ BS6 അല്ലാത്ത ഒരു വാഹനങ്ങളും, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചരക്ക് വാഹനങ്ങളാണ്, അതൊരു തരത്തിലും രാജ്യതലസ്ഥാനത്തിനുള്ളിലേക്ക് പ്രത്യേകിച്ച് NDMC മേഖലയിലേക്കൊക്കെ പ്രവേശിപ്പിക്കരുതെന്ന കർശന നിർദ്ദേശമുണ്ട്. നമുക്കറിയാം ഉത്തർപ്രദേശിൽ നിന്നും ഹരിയാനയിൽ നിന്നും പഞ്ചാബിൽ നിന്നൊക്കെ തന്നെ വലിയ തരത്തിൽ സാധനങ്ങൾ കയറ്റി വന്ന വലിയ ലോറികളൊക്കെ തന്നെ വരുന്ന ഒരു സമയമാണ്. ആ വാഹനങ്ങളൊക്കെ തന്നെ ഇത്തരം വാഹനങ്ങളാണ്, LNG അടക്കമുള്ള വാഹനങ്ങളാണെന്ന്, CNG അടക്കമുള്ള വാഹനങ്ങളാണെന്ന് ഉറപ്പാക്കണമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അത്തരമൊരു സാഹചര്യം നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സ്കൂളുകൾക്കുള്ള അവധി, അതിൻ്റെ ഒരു ക്രമീകരണമാണ്. അവധിയിലേക്കല്ല, അത് ഓൺലൈൻ ക്ലാസുകൾ പൂർണ്ണമായി നടപ്പിലാക്കുക എന്നുള്ളതാണ്. 9ാം ക്ലാസ് വരെ അത്തരമൊരു ക്രമീകരണമാണ്. 10ാം ക്ലാസ് സ്കൂളിൽ തന്നെ നടത്തണം, കാരണം അവർക്ക് പരീക്ഷയും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ട്. 11ാം ക്ലാസ്സിലും സമാനമായ രീതിയിൽ ഓൺലൈൻ ക്ലാസ് ഉറപ്പാക്കണം. 10, 12 ക്ലാസുകൾക്ക് മാത്രമാണ് സ്കൂളിലേക്ക് എത്തി ക്ലാസിന്റെ പഠന കാര്യങ്ങളിലേക്ക് പോകേണ്ടതുള്ളൂ. ബാക്കിയുള്ളവർക്ക് പരമാവധി ഓൺലൈൻ ക്ലാസുകൾ ഉറപ്പാക്കണമെന്ന നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത്. മായ, തീർച്ചയായും ഡൽഹിയിൽ വായു മലിനീകരണ തോത് ഉയരുന്നതിൽ നടപടികളുമായി, നിയന്ത്രണങ്ങളുമായി രംഗത്തെത്തിയിരിക്കുകയാണ് സർക്കാർ. ഒപ്പം ഈ വോട്ടുകൊള്ള ആരോപണത്തിൽ 2ാം ഘട്ട പ്രചരണത്തിന് കൂടി തുടക്കം കുറിക്കുകയാണ് കോൺഗ്രസ്. രാംലീല മൈതാനിയിലാണ് ഇന്ന് ഉച്ചയ്ക്ക് മഹാറാലി നടക്കുക. KK പ്രശാന്താണ് വിവരങ്ങൾ പങ്കുവച്ചത്. അമേരിക്കയിലെ ബ്രൗൺ സർവകലാശാലയിൽ വെടിവെപ്പ്, 2 പേർ മരിച്ചു, 8 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അക്രമിയെ ഇതുവരെ പിടികൂടാനായിട്ടില്ല. സർവകലാശാലയിലെ എഞ്ചിനീയറിംഗ് ആൻഡ് ഫിസിക്സ് വിഭാഗം കെട്ടിടത്തിലാണ് വെടിവെപ്പുണ്ടായത്. യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ പരീക്ഷ നടക്കുന്നതിനിടെയാണ് ആക്രമണം ഉണ്ടായത്. മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. വെടിവെപ്പുണ്ടായതിന് പിന്നാലെ ക്യാമ്പസിൽ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികൾ പുറത്തേക്ക് ഓടി രക്ഷപ്പെടുകയായിരുന്നു. കറുത്ത വസ്ത്രം അണിഞ്ഞെത്തിയ ആളാണ് അക്രമിയെന്നാണ് പോലീസ് നൽകുന്ന വിവരം. ഹീനമായ ആക്രമണമാണ് നടന്നതെന്നും ഇരകൾക്കായി പ്രാർത്ഥിക്കുന്നുവെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. The Brown University
situation, what a terrible thing it is. And all we can do right now is pray for the victims and for those that were very badly hurt, it looks like. And we'll inform you later as to what's happening, but it's a shame. It's a shame. Just pray. Thank you very much. കരൂർ ദുരന്തത്തിൽ വിജയ് ഉൾപ്പെടെയുള്ള TVK നേതാക്കളെ ചോദ്യം ചെയ്യാൻ CBI. സുപ്രീംകോടതി നിർദ്ദേശപ്രകാരമാണ് അന്വേഷണം. കേസ് പരിഗണിച്ച സുപ്രീംകോടതി ഒക്ടോബർ 13-ന് അന്വേഷണം CBIക്ക് കൈമാറി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കാൻ വിരമിച്ച സുപ്രീംകോടതി ജഡ്ജി അജയ് റസ്തോഗിയുടെ നേതൃത്വത്തിൽ ഒരു മോണിറ്ററിംഗ് കമ്മിറ്റിയും കോടതി രൂപീകരിച്ചു. TVKയിലെ നിരവധി മുതിർന്ന നേതാക്കളെ ഇതിനകം തന്നെ അന്വേഷണ പരിധിയിലും ഉൾപ്പെടുത്തിയിരുന്നു. TVK സംസ്ഥാന ജനറൽ സെക്രട്ടറി ബുസി ആനന്ദ്, ജോയിന്റ് സെക്രട്ടറിമാരായ നിർമ്മൽ കുമാർ, അധവ് അർജുൻ, കരൂർ വെസ്റ്റ് ജില്ലാ സെക്രട്ടറി മതിയഴകൻ എന്നിവർ ഏജൻസിക്ക് മുന്നിൽ ഹാജരായിരുന്നു. പാർട്ടി പ്രവർത്തകരുടെ പ്രാഥമിക ചോദ്യം ചെയ്യൽ പൂർത്തിയായതോടെ അന്വേഷണത്തിന്റെ ശ്രദ്ധ ഇപ്പോൾ വിജയിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്. മലയാള മനോരമ തിരുവനന്തപുരം സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ജി വിനോദ് അന്തരിച്ചു. 54 വയസ്സായിരുന്നു. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു അന്ത്യം. സംസ്കാരം പിന്നീട് നടക്കും. ഏഷ്യാനെറ്റ് ന്യൂസ് എക്സിക്യൂട്ടീവ് എഡിറ്റർ സിന്ധു സൂര്യകുമാർ ഭാര്യയാണ്. ഇഷാനാണ് മകൻ. മികച്ച റിപ്പോർട്ടിങ്ങിനും അന്വേഷണാത്മക വാർത്തകൾക്കും സംസ്ഥാന സർക്കാരിൻ്റെയും പ്രസ് അക്കാദമിയുടെയും ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെയുള്ള പ്രമുഖർ അനുശോചിച്ചു. സംസ്കാരം ഇന്ന് വൈകിട്ട് 4 മണിക്ക് തൈക്കാട് ശാന്തി കവാടത്തിൽ നടക്കും. ശരണാമൃതം പവേർഡ് ബൈ ധനലക്ഷ്മി ബാങ്ക്. ബാങ്കിംഗ് ഓൺ റിലേഷൻഷിപ്സ് ഫോറെവർ. ശബരിമല സന്നിധാനത്ത് ഇന്നലെ ഉണ്ടായ ട്രാക്ടർ അപകടത്തിൽ ട്രാക്ടർ ഡ്രൈവർക്കെതിരെ കേസെടുത്തു. അപകടമുണ്ടാക്കും വിധം വാഹനം ഓടിച്ചെന്നാണ് FIR. അപകടത്തിൽ പരിക്കേറ്റ ഇടുക്കി സ്വദേശി രാധാകൃഷ്ണന്റെ പരാതിയിലാണ് കേസ്. അതേസമയം ശബരിമലയിലെ ഭക്തജന തിരക്ക് തുടരുകയാണ്. കിരണുണ്ട് വിവരങ്ങളുമായി. കിരണ്, ഇന്നലെ ഈ ട്രാക്ടറുമായി ബന്ധപ്പെട്ട് വളരെ ദാരുണമായൊരു അപകടമാണ് ഈ ശബരിമലയിൽ ഉണ്ടായത്. ഇന്നത്തെ ഒരു അവസ്ഥ എന്താണ്? ഭക്തരുടെ ഒരു തിരക്കുണ്ടോ? മായ, ശബരിമലയിലെ ഭക്തർ ജനത്തിരക്കിന് ഇന്നലെ വൈകിട്ടോടുകൂടി ചെറിയൊരു കുറവുണ്ടായിരുന്നെങ്കിൽ എന്നാൽ പുലർച്ചയോടുകൂടി തന്നെ വീണ്ടും തിരക്ക് തുടരുന്ന ഒരു സാഹചര്യമാണ് കാണാൻ സാധിക്കുന്നത്. ഇന്നലെ 80,473 ഭക്തരാണ് 12 മണിവരെ ശബരിമലയിൽ മല ചവിട്ടി ദർശനം നടത്തിയിരുന്നത്. എന്നാൽ പിന്നീട് പുലർച്ചെ ആകുമ്പോഴത്തേക്കും ഈ ഒരു സംഖ്യയിൽ മണിക്കൂറുകളിൽ ശബരിമലയിലേക്ക് എത്തുന്ന അയ്യപ്പ ഭക്തരുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. 3 മണി തൊട്ട് 4 മണി വരെയുള്ള കണക്കുകൾ മാത്രം എടുക്കുമ്പോഴത്തേക്കും 3000-ഓളം ഭക്തരാണ് ഇന്ന് പുലർച്ചെ മാത്രം 18-ാം പടി ചവിട്ടിയെത്തിയിരിക്കുന്നത്. ഇതിങ്ങനെ ഓരോ മണിക്കൂറിലും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഈ അവധി ദിവസം കൂടി കണക്കിലെടുത്ത് ഇന്ന് തിരക്കുണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും വലിയൊരു തിരക്ക് ഇന്നലെ കുറവുണ്ടായിരുന്നു. ഇതിനിടയിൽ തന്നെയാണ് ഇന്നലെ ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായത്. ഇന്നലെ വൈകിട്ട് ട്രാക്ടർ പാഞ്ഞു കയറി അയ്യപ്പ ഭക്തർക്കിടയിലേക്ക് പാഞ്ഞു കയറുകയും 8 അയ്യപ്പന്മാർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഇതിൽ മലയാളി അടക്കമുള്ള അയ്യപ്പന്മാർക്കാണ് പരിക്കേറ്റിരുന്നത്. മലയാളി അടക്കം ഉള്ള അയ്യപ്പന്മാരിൽ ഇടുക്കി സ്വദേശിയായിട്ടുള്ള രാധാകൃഷ്ണൻ അടക്കമുള്ള ആളുകൾക്ക് പരിക്കേറ്റിരുന്നു. ഇദ്ദേഹത്തിന് ഗുരുതരമായി തന്നെ പരിക്കേറ്റിരുന്നു ഇന്നലെ. ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ട്രാക്ടർ ഡ്രൈവർക്കെതിരെ കേസെടുത്തിരിക്കുന്നു എന്നുള്ളൊരു കാര്യം കൂടി ഏതായാലും പുറത്തു വരുന്നുണ്ട്. അശ്രദ്ധമായി വാഹനം ഓടിച്ചതിനാണ് കേസെടുത്തിരിക്കുന്നത്. ഇന്നലത്തെ ഈ അപകടത്തെ തുടർന്ന് ഇദ്ദേഹത്തിൻ്റെ നട്ടലിനടക്കം ഗുരുതരമായി പരിക്കേൽക്കുകയും പിന്നീട് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരുന്നു. കൂടാതെ തമിഴ്നാട് സ്വദേശിയായിട്ടുള്ള വീരമണി എന്ന അയ്യപ്പ ഭക്തനും പരിക്കേറ്റിരുന്നു. ഇദ്ദേഹത്തെയും കോന്നി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയുണ്ടായിരുന്നു. ഇങ്ങനെ 2 പേരാണ് ഈ ഗുരുതരമായി പരിക്കേറ്റ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരുന്നത്. ബാക്കി 6 പേരുടെ പരിക്ക് ഗുരുതരമായിരുന്നില്ല. ഇവരെ പിന്നീട് സന്നിധാനത്ത് വന്നതിന് ശേഷം പമ്പയിലും പ്രാഥമികമായിട്ടുള്ള ചികിത്സകൾ നൽകിയതിന് ശേഷം തിരികെ നാട്ടിലേക്ക് മടങ്ങാനായിട്ട് ഇവരെ മടക്കി അയക്കുകയായിരുന്നു. ഏതായാലും ഇപ്പോൾ ഈ സാഹചര്യം നോക്കിക്കഴിഞ്ഞാൽ, ശബരിമലയിലെ തിരക്ക് നോക്കിക്കഴിഞ്ഞാൽ രാവിലെ ഇപ്പോൾ ഉഷപൂജ നടക്കുന്ന സമയമാണ്. അതിനുവേണ്ടി നിൽക്കുന്ന അയ്യപ്പ ഭക്തരെയാണ് ക്യൂവിൽ ഇപ്പോൾ കാണുന്നത്. എന്നിരുന്നാൽ പോലും രാവിലെ മുതൽ തന്നെ ചെറിയൊരു തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. മായ, ശരി. ശബരിമല സന്നിധാനത്ത് ഇന്നലെ ഉണ്ടായ ട്രാക്ടർ അപകടത്തിൽ ട്രാക്ടർ ഡ്രൈവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഒപ്പം ഇന്ന് രാവിലെ മുതൽ തന്നെ ശബരിമലയിൽ അത്യാവശ്യം ഭേദപ്പെട്ട തിരക്ക് തന്നെയുണ്ട്. കിരണാണ് വിവരങ്ങൾ നൽകിയത്. ഇനി കായിക വാർത്തകൾ.
ഗോ ടൂറിന്റെ ഭാഗമായി ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സി ഹൈദരാബാദിലെത്തി. താജ് ഫലക്നുമ പാലസിലെത്തിയ മെസ്സിയെയും സഹതാരങ്ങളായ ലൂയിസ് സുവാരസ്, റോഡിഗോ ഡ്രിപോൾ എന്നിവരെയും തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി സ്വീകരിച്ചു. ഇന്നലെ രാത്രി 7:50 രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ആരംഭിച്ച പ്രദർശന മത്സരത്തോടെയാണ് ഹൈദരാബാദിലെ പരിപാടികൾക്ക് തുടക്കമായത്. സ്റ്റേഡിയത്തിലെത്തിയ മെസ്സിയെ ആർപ്പുവിളികളോടെയാണ് ആരാധകർ സ്വീകരിച്ചത്. മത്സരത്തിന് മുന്നോടിയായി കളിക്കാർക്ക് ഹസ്തദാനം നൽകിയ മെസ്സി പിന്നാലെ രേവന്ത് റെഡ്ഡിക്കൊപ്പം പന്തു തട്ടുകയും ചെയ്തു. ലൂയിസ് സുവാരസും റോഡിഗോ ഡീപോളും ഒപ്പം ചേർന്നു. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ചടങ്ങിന്റെ ഭാഗമായി. മെസ്സിയുടെ കരിയറിലെ നേട്ടങ്ങൾ അടയാളപ്പെടുത്തിക്കൊണ്ടുള്ള സംഗീത നിശയോടെയാണ് ഹൈദരാബാദിലെ പരിപാടികൾ സമാപിച്ചത്. കൊൽക്കത്ത, ഹൈദരാബാദ്, മുംബൈ, ഡൽഹി എന്നിവിടങ്ങളിൽ ടൂറിന്റെ ഭാഗമായി സന്ദർശനം നടക്കും. ഇന്ന് മുംബൈയിലാണ് ഗോ ടൂർ. ബോക്സിംഗിൽ അപൂർവ നേട്ടത്തിനുടമകളായ തിരുവില്ലാമലയുടെ അഭിമാനമായ സഹോദരികൾ. ഒപ്പം ഒറിജിനൽ വെഡ്ഡിംഗ് സോങ് എന്ന പുതിയ ആശയത്തിന്റെ സാധ്യതകളും കാണാം ഇന്നത്തെ സെൻട്രൽ മാഗസിൻ. സെൻട്രൽ മാഗസിൻ്റെ പുതിയ ലേഖത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കരുത്തും കായികക്ഷമതയും ഒരുപോലെ വേണ്ട ഒരു കായിക ഇനമാണ് ബോക്സിംഗ്. ആ ബോക്സിംഗ് മേഖലയിൽ കരുത്തരായ 2 പെൺകുട്ടികൾ നമ്മളുടെ നാട്ടിലുണ്ട്. തൃശ്ശൂർ സ്വദേശികളായ അമിത മധുവും ആദിത്യ മധുവും. ഇവരുടെ ഇടിവിശേഷങ്ങളാണ് ഇന്നത്തെ സെൻട്രൽ മാഗസിനിൽ ആദ്യം. ബോക്സിംഗിൽ അപൂർവ നേട്ടത്തിനുടമകളായ തിരുവില്ലാമലയുടെ അഭിമാനമായ സഹോദരികൾ. തൃശൂർ തിരുവില്ലാമല മേച്ചിറക്കളം മധു കീർത്തി ദമ്പതികളുടെ മക്കളായ അമിത മധു, ആദിത്യ മധു എന്നിവരാണ് ഇടിക്കൂട്ടിലെ പുലിക്കുട്ടികളായ സഹോദരിമാർ. കോയമ്പത്തൂരിലെ രത്നം കോളേജിൽ ബികോം വിദ്യാർത്ഥിനിയായ ആദിത്യ മധു ബോക്സിംഗിൽ തമിഴ്നാടിന് വേണ്ടിയാണ് മത്സരത്തിനിറങ്ങിയത്. കോയമ്പത്തൂരിലെ നെഹ്റു കോളേജിൽ നടന്ന ഭാരത് യൂണിവേഴ്സിറ്റി ഇന്റർ കോളിയേറ്റ് ബോക്സിംഗിൽ 48 കിലോ വിഭാഗത്തിൽ സംസ്ഥാനത്ത് 2ാം സ്ഥാനവും വെള്ളി മെഡലും കരസ്ഥമാക്കുകയും ചെയ്തു. ഞങ്ങളിവിടെ വരാൻ തുടങ്ങിയിട്ട് 1.5 വർഷമായി. അതിന് മുമ്പ് സ്കൂൾ പഠിക്കുമ്പോൾ ചെറുതായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ചെയ്യേണ്ട അത്ര പ്രൊഫഷണൽ ആയിട്ടായിരുന്നില്ല സ്കൂളിൽ. ഇവിടെ വന്നിട്ടാണ് ബോക്സിംഗ് പറഞ്ഞാൽ എന്താണെന്ന് നേരെ പഠിക്കണത് തന്നെ 2 പേരും. പിന്നെ മാച്ച് സമയത്ത് എനിക്ക് കോളേജിൽ നിന്ന് ഒരു 3 മാസം അങ്ങനെ ഗ്യാപ്പ് തരും മാച്ചിന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഫുള്ള് ഇവിടെ തന്നെ ആയിരിക്കും. ഇവിടെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഞങ്ങൾ ഇവിടെ തന്നെ ആയിരിക്കും പ്രാക്ടീസ് ചെയ്യുക 2 പേരും. പിന്നെ വേറെയും കുറേ കുട്ടികളൊക്കെ ഉണ്ട് ഇവിടെ, സ്റ്റേറ്റും നാഷണൽ പ്ലേയേഴ്സും. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഇവിടെയാണ് ഫുള്ള് പ്രാക്ടീസ് ചെയ്തിരിക്കാറ്. 54 കിലോ വിഭാഗത്തിൽ അനുജത്തി അമിത മധു കേരളത്തിന് വേണ്ടി മത്സരത്തിനിറങ്ങുകയും സ്വർണം കരസ്ഥമാക്കി ദേശീയ തലത്തിൽ പങ്കെടുക്കാനുള്ള യോഗ്യതയും നേടി. ഞാൻ പ്രാക്ടീസ് തുടങ്ങിയിട്ട് 1.5 വർഷമായിട്ടുള്ളൂ. ചേച്ചി വന്നിട്ട് ചെറുപ്പം തൊട്ടേ ചെയ്യും. അപ്പോൾ ഞാൻ ചെറുതാണ് പറഞ്ഞിട്ട് എന്നെ കേട്ടില്ലായിരുന്നു. പിന്നെ അപ്പോൾ ഒരു ഇൻട്രസ്റ്റ് വന്നു. തമിഴ്നാടായിരുന്നു ഫസ്റ്റ്. അവിടെ നിന്നായിരുന്നു ഇൻട്രസ്റ്റ് വന്ന് ഇവിടെ ചേരാൻ വേണ്ടിയിട്ടായിരുന്നു ഇവിടുത്തെ ഒരു സ്കൂളിൽ വന്ന് ജോയിൻ ചെയ്ത്. മെഡൽ കിട്ടിയത് ബോക്സിംഗ് സ്കൂൾ ഗെയിംസിലായിരുന്നു. സ്റ്റേറ്റിലായിരുന്നു കിട്ടിയത്. വീട്ടിൽ നല്ല സപ്പോർട്ടാണ്. അച്ഛനാണ് കുറച്ചും കൂടി സപ്പോർട്ട് കൂടുതൽ. പിന്നെ അമ്മയ്ക്കും അതുപോലെ സപ്പോർട്ടുണ്ട്. ഫ്യൂച്ചറിൽ ഇത് കണ്ടിന്യൂ ചെയ്യണം നല്ല ആഗ്രഹമുണ്ട്. ഹോപ്പ് കണ്ടിന്യൂ ചെയ്യുന്നു. ആ ഒരു ഫീൽഡിന് പോകണമെന്നുണ്ട്. ബട്ട് ആൾസോ ഫിനാൻഷ്യലി നോക്കണമല്ലോ. അപ്പോൾ ഇതിലൂടെ എവിടെയെങ്കിലൊക്കെ എത്തണമെന്നുണ്ട്. വടക്കഞ്ചേരി സ്പാർട്ട് എമ്മിലെ നിഖിലാണ് സഹോദരിമാർക്ക് പരിശീലനം നൽകുന്നത്. ഏകദേശം 1.5 വർഷമായിട്ടുള്ളൂ കുട്ടികൾ ഇവിടെ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അവരുടെ നിരന്തരമായിട്ടുള്ള ഒരു പ്രാക്ടീസിൻ്റെ റിസൾട്ടാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഈ 1.5 വർഷം കൊണ്ട് ഒരു ദിവസം പോലും മുടങ്ങാതെ ഏകദേശം ഒരു 25 കിലോമീറ്ററോളം ഡെയിലി അവർ യാത്ര ചെയ്തുകൊണ്ടാണ് ഈ വർക്കൗട്ട് ഇവിടെ വരെ ചെയ്യാൻ വരുന്നത്. പാലക്കാട് ജില്ലയിലെ ഏക ഗോൾഡ് മെഡൽ എന്ന് പറയുന്നത് അമിതയുടെയാണ്. ഇനി നെക്സ്റ്റ് അവർക്കുള്ളത് സ്കൂൾ നാഷണൽസ് ആണ്. പാലക്കാട് തൃശ്ശൂർ അതിർത്തിയായ തിരുവില്ലാമലയിലെ ഒരു ഉൾനാടൻ ഗ്രാമത്തിലാണ് ഇവരുടെ ജനനം. സ്വർണ്ണപ്പണിയും കാർഷിക വൃത്തിയുമാണ് മാതാപിതാക്കളുടെ തൊഴിൽ. ബോക്സിംഗ് പരിശീലനങ്ങൾക്ക് സാധ്യതയില്ലാത്ത പശ്ചാത്തലമാണെങ്കിലും അതൊന്നും ഈ സഹോദരിമാർക്ക് തടസ്സമായില്ല. എല്ലാ പ്രതിസന്ധികളെയും ഇവർ ഇടിച്ചു താഴെയിട്ടു. ഇതിനേക്കാളും ചെറിയ പിള്ളേരൊക്കെ വരാറുണ്ട്. എല്ലാ പ്രായത്തെ ആൾക്കാരും നമ്മുടെ ക്ലബ്ബിലുണ്ട്. ഭാവിയിൽ കണ്ടിന്യൂ നിർത്താനുള്ള പ്ലാനൊന്നുമില്ല. സ്റ്റഡീസിൻ്റെ കൂടെ ഇതും കൊണ്ടുപോകണമെന്നാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു 2 പേരും. ബോക്സിങ്ങിനോടുള്ള അടങ്ങാത്ത ആഗ്രഹം അവരെ വിജയാരവങ്ങളിലേക്ക് എത്തിച്ചു. കഠിനമായ അധ്വാനവും മാതാപിതാക്കളുടെയും ബന്ധുക്കളുടെയും പിന്തുണയും
ഇവരെ വിജയത്തിലെത്തിക്കാൻ സഹായിച്ചു. പഠിച്ചത് കോയമ്പത്തൂരായിരുന്നു. ഒരു ലോക്ക്ഡൗണിൻ്റെ മുന്നേ വരെ 2020 ഇവിടെ വന്നത്. ഇനിയും നമ്മൾ മുന്നിലേക്ക് വരട്ടെ എന്നുള്ള നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായങ്ങളും കാര്യങ്ങളും ചെയ്തു നോക്കുക. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ദൈവത്തിൻ്റെ അടുത്ത് കിടക്കട്ടെ വേണ്ടി നമ്മളിരിക്കണം. ഇനി ഭാവിയിലേക്കും പോകണമെന്നുണ്ട്. ഇനി നമ്മൾ അവിടെ എങ്ങനെ എത്തണം, നമ്മുടെ ഇതിലുള്ള കാര്യങ്ങളനുസരിച്ചുള്ള പൊസിഷൻ അനുസരിച്ചുണ്ടാവും. തൃശ്ശൂരിൽ മികച്ച പരിശീലന കേന്ദ്രമില്ലാത്തതിനാൽ പാലക്കാട് വടക്കഞ്ചേരിയിലാണ് അമിതയും ആദിത്യയും പരിശീലനം നടത്തുന്നത്. പഠനത്തിനിടയിലും കിലോമീറ്ററുകൾ സഞ്ചരിച്ച് വടക്കഞ്ചേരിയിലെത്തി കഠിന പരിശ്രമത്തിലൂടെ നേടിയെടുത്തതാണ് ഈ മെഡലുകൾ. അമിതയുടെയും ആദിത്യയുടെയും വിജയത്തിൽ കോച്ച് നിഖിലിന് വലിയ പങ്കുണ്ട്. കൃത്യമായ പരിശീലനത്തിലൂടെ ആർജിച്ചെടുത്തതാണ് ഈ സഹോദരിമാരുടെ ബോക്സിംഗ് വൈദഗ്ധ്യം. മക്കളുടെ നേട്ടങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അച്ഛനമ്മമാരുടെ വാക്കുകളിൽ അഭിമാന നിറവ്. അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ് സ്പോർട്സിലൊക്കെ പോകാനായിട്ടും. സ്കൂളിൽ പോകുന്നതിനും വെച്ചും കൂടുതൽ പ്രാക്ടീസിന് പോകാനാണ് കൂടുതൽ താല്പര്യം. അവർ കോയമ്പത്തൂരിൽ നിന്ന് ചെറിയ രീതിയിൽ നമ്മൾ സ്കൂൾ ചേർത്തുമ്പോൾ തന്നെ അവിടെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ടാവുമല്ലോ. അതിൽ കൂടെ ബോക്സിങ്, കരാട്ടെ, യോഗ, അങ്ങനെ ഇവർ എല്ലാത്തിലും പങ്കെടുക്കുമായിരുന്നു. അവർക്ക് എന്താ ഇഷ്ടം എന്ന് പറഞ്ഞാൽ അത്. വീട്ടിൽ അച്ഛനമ്മയും നല്ല സപ്പോർട്ടാണ്. ഇപ്പോൾ ഞങ്ങൾ 5 മണിക്ക് പോകണം പറഞ്ഞ് അമ്മ 3 മണിക്കൊക്കെ എണിച്ചിട്ട് ഭക്ഷണം ഉണ്ടാക്കി തരിക, അങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ ഇവിടെ അമ്മമ്മൻ്റെ വീട്ടിലാണ്. അവിടെ അമ്മമ്മയാണെങ്കിലും അങ്ങനെയാണ്. കോയമ്പത്തൂരിലെ സ്വർണ്ണപ്പണി ഉപേക്ഷിച്ച് നാട്ടിലെത്തി തിരുവില്ലാമലയിൽ താമസമാക്കിയപ്പോൾ മക്കളുടെ ആഗ്രഹവും മുറുകെ പിടിച്ചാണ് അച്ഛനമ്മമാർ എത്തിയത്. ഇവർക്ക് പുറമെ അമ്മാവനും കുട്ടികളുടെ ബോക്സിംഗ് താല്പര്യത്തിന് ഊർജ്ജം പകർന്നു. കുടുംബത്തിന്റെ പൂർണ്ണ പിന്തുണ ഇവരെ വിജയം കൈവരിക്കാൻ സഹായിച്ചു. എൻ്റെ മരുമക്കളാണ് ഈ കുട്ടികൾ. എന്നാൽ അറിയുന്ന കാര്യങ്ങളൊക്കെല്ലാം ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. ബോക്സിംഗ് ഫീൽഡിൽ ഇവിടെ ഈ പ്രദേശത്ത് ആരും തന്നെ ഇല്ല. ഒരു രക്ഷിതാവ് എന്ന നിലയിൽ ഞാൻ അവരെ എന്നെ കൊണ്ടുവിടാനും അതേപോലെ വീട്ടിൽ നിന്ന് വടക്കഞ്ചേരി കൊണ്ടുവിട്ട് അതേപോലെ വൈകുന്നേരം വരുമ്പോഴും ഞാൻ കുട്ടികളെ കൊണ്ടുവരാറുണ്ട്. സ്കൂൾ കോളേജ് തലങ്ങളിൽ നിരവധി മത്സരങ്ങളിൽ മെഡലുകളും അവാർഡുകളും ഇവർ വാരിക്കൂട്ടിയിട്ടുണ്ട്. ഇനിയും കൃത്യവും കഠിനവുമായ പരിശീലനം തുടർന്ന് രാജ്യത്തെ പ്രതിനിധീകരിച്ച് മത്സരിക്കണമെന്നതാണ് സഹോദരിമാരുടെ ആഗ്രഹം. ഇനി ഇന്ത്യക്ക് വേണ്ടി കളിക്കണമെന്നൊക്കെ ആഗ്രഹമൊക്കെ പ്രാക്ടീസ് ചെയ്യണം. മക്കളുടെ ആഗ്രഹത്തിന് പൂർണ്ണ പിന്തുണയാണ് രക്ഷിതാക്കൾ നൽകുന്നത്. ഇരുവരും ബോക്സിംഗിൽ വൻ വിജയം കൈവരിക്കുന്നത് കാണാൻ കാത്തിരിക്കുകയാണ് ഈ അച്ഛനമ്മമാർ. സമൂഹത്തിൽ ഏറ്റവും ശ്രദ്ധ പിടിച്ചെടുക്കുന്ന മാന്ത്രിക കൂട്ടാണ് പുതുമ. പുതുമയ്ക്കാണ് എല്ലാ മേഖലകളിലും മാർക്കറ്റ്. ഏറ്റവും കൂടുതൽ പുതുമകൾ, പരീക്ഷണങ്ങൾ നടക്കുന്ന ആഘോഷവേദികളാണ് വിവാഹ ആഘോഷങ്ങൾ. ആ വിവാഹ ആഘോഷ സ്ഥലത്തേക്ക് ഒന്നുകൂടി കടന്നു വരികയാണ് ഒറിജിനൽ വെഡ്ഡിംഗ് സോങ് എന്ന കോൺസെപ്റ്റ്. ഈ കോൺസെപ്റ്റ് അവതരിപ്പിക്കുന്നത് ക്രയോൺസ് വെഡ്ഡിംഗ് കമ്പനിയാണ്. കിടപിടിക്കുന്ന ദൃശ്യസമ്പന്നമായ ചിത്രീകരണങ്ങൾ വിവാഹ വീഡിയോകളിലും സേവ് ദ ഡേറ്റ് വീഡിയോകളിലും പ്രത്യക്ഷപ്പെടുന്ന കാലമാണ്. അതിൽ ഉൾപ്പെടുന്ന വധൂവരന്മാരുടെ കലാപ്രകടനങ്ങൾ പലപ്പോഴും വൈറലാകാറുണ്ട്. സ്വതന്ത്ര ചിത്രീകരണം നടത്തി ദൃശ്യങ്ങൾ ഗംഭീരമാക്കാറുണ്ടെങ്കിലും തനതായ ഒരു സംഗീത വിഭാഗം ഈ മേഖലയിലേക്ക് കടന്നു വന്നിരുന്നില്ല. സിനിമാ പാട്ടുകൾ, ഇൻസ്ട്രുമെൻ്റൽ സോങ്സ്, ആൽബങ്ങളിലെ പാട്ടുകൾ എന്നിവയാണ് വിവാഹ വീഡിയോകളിലും ഫോട്ടോകളിലും പശ്ചാത്തല സംഗീതമായി ഉപയോഗിച്ചിരുന്നത്. അവിടെ വധൂവരന്മാർക്കായി ഒരു എക്സ്ക്ലൂസീവ് മ്യൂസിക് സ്റ്റോറി എന്ന ആശയം ക്രയോൺസ് മാനേജിംഗ് ഡയറക്ടറായ കലേഷിൻ്റേതാണ്. അപ്പോൾ സാധാരണ എല്ലാ വെഡ്ഡിങ്ങുകളും ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഇപ്പോൾ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നതും
എന്താ പറയുക, സിനിമ പാട്ട്, ആൽബത്തിൻ്റെ സോങ്, ഇപ്പോൾ ഞാനടക്കം ചെയ്തുകൊണ്ടിരുന്ന അങ്ങനെയാണ് ഇത്രയും വർഷം. അപ്പോൾ അതിലെനിക്കൊരു പുതുമ കൊണ്ടുവരണമെന്ന് എനിക്കിങ്ങനെ തോന്നി, ഞാൻ തിങ്ക് ചെയ്തു. അപ്പോൾ അത് കുറച്ച് നാളത്തെ ഒരു തിങ്കിങ് ആണ്. ഞാനത് ആരുടെ പറഞ്ഞില്ല, ഇങ്ങനെ മനസ്സിൽ വെച്ചു. അപ്പോൾ അങ്ങനെ എനിക്ക് അതിന് പറ്റിയൊരു ബ്രൈഡിനെ കിട്ടി. ബ്രൈഡും ഗ്രൂമും വന്നു. ഞാൻ അവരായിട്ട് ഡിസ്കസ് ചെയ്ത് അവരെ കൺവിൻസ് ചെയ്യാനൊന്നുമില്ല. ജസ്റ്റ് പറഞ്ഞപ്പോൾ തന്നെ അവർ ഓൾറെഡി ഭയങ്കര എക്സൈറ്റഡ് ആയി. കാര്യം ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് എൻ്റെ അടുത്ത് വീണ്ടും വീണ്ടും ചോദിച്ചു. അത് തന്നെയാണ് എല്ലാ കപ്പിൾസിൻ്റെ ഇപ്പോൾ ഉള്ള ഡൗട്ട്, ഇപ്പോൾ ഓൾറെഡി എല്ലാവരുടെയും. അപ്പോൾ ആ ഡൗട്ടൊന്ന് ക്ലിയർ ചെയ്യാനായിട്ട് ഞാൻ അവരുടെ അടുത്ത് കാര്യങ്ങൾ അവതരിപ്പിച്ചു. ഇങ്ങനെയൊക്കെ ചെയ്യും, ഒരുപാട് ലൊക്കേഷൻസ് ഉണ്ടായിരുന്നു, അവിടെയൊക്കെ ഇങ്ങനെ പോവും. അപ്പൊ നമ്മൾ ബേസിക്കലി നമ്മളിപ്പോ പോയതെന്ന് വെച്ചാൽ ചേട്ടന്റെ ഫാമിലി ഉണ്ടായിരുന്നു, എന്റെ ഫാമിലി ഉണ്ടായിരുന്നു, ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു ട്രിപ്പ് പോലെ ആയിട്ടാ പോയിട്ട് വന്നത്. അപ്പൊ തന്നെ അവരുടെ ഒപ്പം ഇപ്പൊ ക്രയോൺസിന്റെ ഒപ്പം തന്നെ ഭയങ്കരമായിട്ട് കൂടുതൽ അടുക്കാൻ പറ്റി. അവരുടെ പുതിയ പുതിയ എക്സ്പീരിയൻസസ് പറഞ്ഞു. അവർക്ക് ആ ഓരോ ഷൂട്ടിന്റെ ഇടയിൽ ഉണ്ടായ കാര്യങ്ങൾ അതിനെ കറക്റ്റ് ചെയ്യാൻ അവർ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഈ കോൺസെപ്റ്റ് വളരെ പുതിയതായിട്ടായതുകൊണ്ട് നമുക്ക് അതിന് കുറച്ചും കൂടെ എഫേർട്സ് ഇട്ടു. ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്തു. ഡാൻസ് കൊറിയോഗ്രാഫേഴ്സിനെ കൊണ്ടുവന്നു. നായികനായകന്മാരായ വധൂവരന്മാർക്ക് സ്വന്തം പ്രണയത്തിൻ്റെയും സ്വപ്നങ്ങളുടെയും ജീവിതാനുഭവങ്ങളുടെ കഥകൾ ഗാനത്തിലൂടെ അവതരിപ്പിക്കാനും അഭിനയിക്കാനും കഴിയുന്നു. ഈ സീരീസിലെ ആദ്യ ഗാനമാണ് കൺമണിയെ 2 എന്ന പേരിൽ പുറത്തിറക്കിയത്. ഇതിപ്പോ ഈ കോൺസെപ്റ്റ് പറഞ്ഞപ്പോ തന്നെ അവര് കൊറിയോഗ്രാഫറും അവരെല്ലാം ഫുൾ സപ്പോർട്ടും ഉണ്ടായിരുന്നു. അതായത് ഇതിന്റെ അഭിനയവും ഡാൻസും ഒക്കെ അതൊന്നും ഞങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു. അപ്പൊ ഇതിന്റെ ഈ ക്രയോൺസിന്റെ ടീം തന്നെ നമുക്ക് ഫുൾ സപ്പോർട്ടും തന്നു. ഓരോ വിഷ്വൽസിനും അനുസരിച്ചുള്ള ഡാൻസ് ആയാലും അതിന്റെ അഭിനയം ഒക്കെ ആയാലും അവര് ഫുൾ സപ്പോർട്ടായിരുന്നു. തകവൽ എന്ന് പറഞ്ഞൊരു തമിഴ് സിനിമ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മലയാളത്തിൽ ഒത്തിരി ആൽബംസും കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷേ ഈ ഒരു ആശയം എൻ്റെ അടുത്ത് നമ്മുടെ ഈ ക്രയോൺസ് മീഡിയ, അതിൽ ഈ പറഞ്ഞ പോലെ കലേഷ് അതുപോലെ തന്നെ അയ്യപ്പൻ, ഇവർ രണ്ടുപേരാണ് എൻ്റെ അടുത്ത് ഈ ഒരു ആശയം കൊണ്ടുവരുന്നത്. അപ്പോൾ നോർമലി ഇപ്പോൾ ഇതുപോലത്തെ ഒരു വെഡ്ഡിങ് വർക്ക് അല്ലെങ്കിൽ സേവ് ദ ഡേറ്റ് വർക്ക് വരുമ്പോൾ ഉറപ്പായിട്ടും ഏതെങ്കിലും ഒരു ഹിറ്റായിട്ടുള്ള ഒരു പാട്ടുകൾ വെച്ചിട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഇവരിങ്ങനെ ഒരു ആശയം പറഞ്ഞപ്പോൾ പുതിയൊരു പാട്ട് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഉറപ്പായിട്ടും നമുക്ക് ഈ ഒരു പാട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ടെക്നിക്കൽ ക്വാളിറ്റി 100% സിനിമാറ്റിക് ആവണം എന്നുള്ള തന്നെ ബ്രൈഡും ഗ്രൂമിൻ്റെയും ഫാമിലി മെമ്പേഴ്സ് വരെ ഇവർ ടൂർ പോലെ ഞങ്ങൾ പോയി. ജസ്റ്റ് ഒരു 2 ഫാമിലിയും തമ്മിൽ ഇവർക്ക് കൂടുതൽ അടുക്കാനുള്ള ഒരു ഇതും കൂടി ഉണ്ടായെന്നാണ് അവർ ഇത് കഴിഞ്ഞപ്പോൾ ഉള്ള ഒരു അനുഭവം നമ്മുടെ അടുത്ത് പറഞ്ഞത്. കാര്യം 2 ഫാമിലി മെമ്പേഴ്സും കൂടി അടുക്കുന്ന ആ ഒരു സമയത്ത് അവർക്ക് വെഡ്ഡിങ്ങിന് മുന്നേ തന്നെ കൂടുതൽ ഇതാവാൻ പറ്റി, ഒന്നുകൂടെ അടുക്കാനും പറ്റി കാര്യങ്ങൾ. അങ്ങനെ അതും കൂടി ഇതിലുണ്ടായി എന്ന് പറഞ്ഞ് ഭയങ്കര ഒരു ഇതായിരുന്നു നമുക്ക്. അതെ 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 ഞങ്ങൾ ഈ ഒരു കോൺസെപ്റ്റിനെ
കുറിച്ച് അറിഞ്ഞപ്പോൾ തന്നെ ഞങ്ങളൊരു ഫാമിലി ട്രിപ്പ് പോലെയാണ് പ്ലാൻ ചെയ്തത്. 4 ദിവസത്തെ ഷൂട്ട് ഉണ്ടായിരുന്നു. ഇപ്പോൾ ചേട്ടന്റെ ഫാമിലിയും എന്റെ ഫാമിലിയും എല്ലാവരും ഒരുമിച്ചായിട്ടാണ് പോയത്. അപ്പൊ തന്നെ നമ്മൾ കൂടുതലായിട്ട് മിങ്കിളായി. വധുവായ ഡോക്ടർ ദേവികയും വരൻ ചന്തുവും കല്യാണം കഴിക്കുക മാത്രമല്ല മലയാളത്തിലേക്ക് ഒരു ഗാനം കൂടി സംഭാവനയും ചെയ്തു. ഒരു 4 days ആയിരുന്നു ലൈഫില് ഒരു ഫിലിം ഷൂട്ടിംഗ്. ഇതൊക്കെ നമുക്കൊരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതിനൊപ്പം തന്നെ ഈ നമുക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് എഴുതുക, അത് ചെയ്യുക എന്ന് പറയുമ്പോൾ ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. സെൻട്രൽ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ആഴ്ച കൂടുതൽ വിശേഷങ്ങളും വ്യത്യസ്തമാർന്ന കാഴ്ചകളും പുതുമയേറിയ അനുഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.